നമസ്കാരം. അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ, അദ്ദേഹത്തെ പരിചയമില്ലാത്ത ആൾക്കാർ ആരുമില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ വിൽപ്പത്തിയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയും. അദ്ദേഹം ഒരു CPI നേതാവെന്ന് പറയാം. അങ്ങനെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ CPI വിട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI വിട്ടു. ഇനി എവിടേക്കെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ ജയശങ്കറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോ, അതിലുള്ള നിലപാടുകളൊക്കെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും അദ്ദേഹം BJPയിലേക്കാണ് പോകുന്നതെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് 100%. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം ഇറങ്ങും. ആ കാര്യവും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം CPIയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രകാരൻ കൂടിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ശാസ്ത്രകാരൻ. ഞാനൊരു വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനാണ്. എന്തൊരു കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓപ്പോസിഷനിലിരിക്കുന്ന ആളുകൾക്കൊന്നും വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ കഴിഞ്ഞായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ തലൊരു മുട്ടത്തലയാണ്. അതിനകത്ത് പരിപൂർണമായിട്ട് വിവരങ്ങളാണുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അറിവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ചും. ഹൈക്കോടതി, അതേ വക്കീലാണെന്ന് പറഞ്ഞല്ലോ, ഹൈക്കോടതി ബ്രാഞ്ച് കമ്മിറ്റി, CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് കാലാവധി CPIയുടെ അതിൽ അംഗത്വം അദ്ദേഹം പുതുക്കിയിട്ടില്ല. CPIയുമായിട്ടുള്ള ജയശങ്കറിൻ്റെ ബന്ധം എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാലഘട്ടം മുതൽക്ക് ഏകദേശം, പ്രത്യേകിച്ചും കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത് ശീതളിമ ഉള്ളൊരു ബന്ധമായിരുന്നില്ല. 2021 അദ്ദേഹത്തിൻ്റെ പാർട്ടി CPI അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കാതിരുന്നത്. പിന്നെ അതിൽ ഒരു ലെവി എന്നൊരു പ്രോഗ്രാമാണ്. ലെവി നമ്മളെ KPSC നാടക സമിതി ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂർ അവർ നാടകം കളിക്കാൻ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, അവരുടെ ആ നാടകത്തിനുള്ള തുകയുണ്ടല്ലോ, അതിൽ ഇത്ര ശതമാനം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ ബ്രാഞ്ചിലേക്ക് കൊടുക്കണം. അതൊരു മര്യാദ, ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും. അതിനൊരു ലെവി എന്നാണ് പറയാറുള്ളത്. ഇവിടെ ഇദ്ദേഹത്തിന് ലെവി തുക തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്, അംഗത്വം പുതുക്കാതിരിക്കാനുണ്ടായത്. അത് പാർട്ടി ചെയ്ത കാര്യമാണ്. ചാനൽ ചർച്ചകളിൽ, അവർ സോഷ്യൽ മീഡിയകളിൽ LDF സർക്കാരിനെതിരെ വലിയ രൂപത്തിൽ അദ്ദേഹം ആക്രമിച്ചു കയറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ CPMന് നേരെയാണെങ്കിൽ പോലും അത് ചെല്ലുകൊള്ളുന്നത് CPIയുടെ നേരെയാണല്ലോ. കാരണം LDF എന്ന് പറയുമ്പോൾ CPI CPM, അത് ഉറപ്പാണ്. CPI CPM കഴിഞ്ഞ കുറേ കാലമായിട്ട് ബാക്കിയുള്ള ആൾക്കാർ വരും പോകും, അങ്ങനെയാണ്. ആയതുകൊണ്ട് തന്നെ പിണറായി വിജയനും അവരെ CPMനും എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, അതും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, അത് CPIക്ക് വലിയ തലവേദനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കാതിരിക്കുകയും ലെവി തിരിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം
പിന്നീട് ഒരു കൺട്രോൾ കമ്മീഷൻ ഇടപെടലോടെ അദ്ദേഹത്തിൻ്റെ അംഗത്വം വീണ്ടും തിരിച്ചു കൊടുത്തു. എന്താണ് ഈ കൺട്രോൾ കമ്മീഷൻ എന്ന് എനിക്കറിയില്ല കേട്ടോ, CPIയുടെ അകത്തുള്ളതാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ജയശങ്കർ സ്വയമേവ അംഗത്വം പുതുക്കാതിരുന്നു. വേണ്ട, അംഗത്വം വേണ്ട എന്നുള്ള രീതിയിൽ സ്വയം ഒഴിവായിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളെ നിരന്തരം വിമർശിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, ആക്രമിച്ചു കയറുന്ന ജയശങ്കറിൻ്റെ ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു CPI ഒരു കമ്മ്യൂണിസ്റ്റ് അംഗം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ജയശങ്കറിൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ഒത്തുപോകുന്നതല്ല. ദാറ്റ് മീൻസ് അതൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ അറിയപ്പെടുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഈ ശൈലി എന്തോ അദ്ദേഹത്തിന് യോജിക്കാത്തൊരു കാര്യമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചു കണ്ടു. ജയശങ്കറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കുറേ കാലമായിട്ട് RSS BJP അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അതും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. കാരണം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ചില നിലപാടുകൾ, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി എപ്രകാരമാകണം എന്നുള്ള ചില വിഷന് കാഴ്ചപ്പാടുകൾ, ഒരു കാഴ്ചപ്പാടുമില്ലാത്ത സാഹചര്യത്തേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടാകുന്നത്. അത് നരേന്ദ്രമോദിക്കുണ്ട്. അതിൻ്റെ വ്യത്യാസം ഇന്ത്യ രാജ്യത്തിന് കാണാനും പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഭരിച്ചാൽ ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറയാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഉൾപ്പെടുത്തി പറയുകയാണ്, ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളും അവരാ ഭരിക്കുന്നത്. ആകെ വെള്ളം വന്നും കൂടിയ കിണറ്റിൽ വെള്ളം വന്നു ചോദിക്കേണ്ട ആവശ്യമില്ല, ആകെ പ്രളയം വന്നിരിക്കുകയില്ല. അതുപോലെ ഇന്ത്യയിൽ ശരിക്കും BJP പ്രളയമാണ്. അതിനുള്ള അവിടെയോ ഇവിടെയോ എവിടെയോ ഒന്നോ രണ്ടോ കോൺഗ്രസ് ഗവൺമെൻറ് മറ്റും ഉണ്ടെങ്കിൽ അത് ആരെയും കാര്യമായിട്ട് എടുക്കാറില്ല. അത് BJPയുടെ നേതൃത്വത്തിൻ്റെ മികവ് അല്ലാതെ മറ്റെന്താണ്? പ്രത്യേകിച്ചും അമിത്ഷാ, അതുപോലെ തന്നെ നമ്മളുടെ നരേന്ദ്രമോദി, അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു അതുപോലെ RSS മോഹൻ ഭാഗവത്, അങ്ങനെ ഒരു ത്രയം എന്ന് പറയാം. അവരുടെ നിലപാടുകൾ ജനം ഏറ്റുവാങ്ങി. അതുകൊണ്ടാണല്ലോ അവർ കേന്ദ്ര ഗവൺമെൻറ് മൂന്നാമത്തെ തവണയാണ്. ഇനിയും വേറെ ആര് വരാനൊരു ചോദ്യമുണ്ട്. അവർ ബംഗാൾ, ഒരിക്കൽ പോലും ബംഗാളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ഒന്നായിരുന്നു കമ്മ്യൂണിസം. അതൊഴിഞ്ഞു പോയി. പിന്നീട് അവിടെ തൃണമൂൽ കോൺഗ്രസ് വന്നു, അതും ഒഴിഞ്ഞു പോയി. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭരണമായിട്ട് മാറിയെന്ന് ഭൂരിപക്ഷ സമൂഹം മനസ്സിലാക്കി വെച്ചു. തെറ്റിദ്ധാരണയാണെങ്കിൽ അങ്ങനെ പറയാം, തെറ്റിദ്ധാരണയാണെങ്കിൽ അത് പറഞ്ഞോളൂ തെറ്റിദ്ധാരണയാണെന്ന്. വലിയൊരു സംഘത്തിന് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ചോളൂ സ്വാമി എന്താ പറയാൻ വരണേന്ന്. ഏതായാലും BJP ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിക്കുന്നത് കണ്ടിട്ടുണ്ട്. TV ഡിബേറ്റുകളിൽ ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞ അങ്ങനെ ഒരു ബൂമറായിരുന്നു, ഒരു ബോംബറായിരുന്നു, ലെഫ്റ്റിസ്റ്റ് ബോംബർ. ആ ജയശങ്കർ ഇപ്പോൾ പൂർണ്ണമായും RSS BJP അനുകൂലിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അഭിപ്രായമാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വാഗ്ദാടിയുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വർണ്ണിച്ചു കൊടുക്കാൻ നല്ല വാക്കുകൾ അദ്ദേഹത്തിനുണ്ട്, വിവരമുണ്ട്. ഏതായാലും ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയാനുള്ളതാണ്, കാലം മാറി, കാറ്റിൻ്റെ ഗതി മാറി. ചില കാരണങ്ങളാൽ, ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ, ചില കാരണങ്ങളാൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ചിന്താ പദ്ധതികളിൽ ഒരു ഹിന്ദുത്വ ഭാവന അതിശക്തമായിട്ട് കടന്നുകൂടിയിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതാകട്ടെ സാവകാശമാണ് കയറിക്കൂടിയത്, അവധാനതയോടുകൂടിയിട്ടാണ് കയറിക്കൂടിയത്. ഈ അടുത്ത കാലത്ത് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിമർശിച്ചും അരുതാത്തതായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് വിമർശിച്ച് അത് നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ ഉണ്ടായ സംഭവഗതികൾ നിങ്ങൾ കണ്ടതാണ്. എനിക്കിപ്പോൾ ഇത്രയും ദിവസത്തിനകത്ത് ചുരുങ്ങിയതൊരു 60-65 കോളുകൾ എന്നെ വന്നിട്ടുണ്ടായിരിക്കും. സ്വാമി വിഷമിക്കരുതെന്ന് പറഞ്ഞു, സ്ത്രീകളും പുരുഷന്മാരും.
നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിപ്പോയിന്ന്. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തു, നിങ്ങളുടെ നാട് എന്തായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ തമിഴ്നാട്ടിലാണ് എന്ന്. അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ കാലം മാറി, രാഷ്ട്രീയ കാലം മാറി, രാഷ്ട്രീയ കാറ്റിൻ്റെ ഗതിയും മാറിയിട്ടുണ്ട്. ജയശങ്കറിനെ പോലുള്ള ഇടത് രാഷ്ട്രീയ ശാസ്ത്രകാരന്മാർ പോലും ഇടം മാറുന്നത്, ഇടതിൽ നിന്ന് മാറുന്നത് ഇതിനൊക്കെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം കുറച്ചുകൂടി എക്സ്പോസ്ഡാണ്, സെൽഫ് എക്സ്പോസ്ഡാണ്. അദ്ദേഹം സ്വയം അൺഫോൾഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ മറ്റു പലരും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്, അത്രമാത്രം. ഈ ഒരു പ്രതിഭാസം ഇപ്പോൾ ഇന്ത്യയിൽ ആകമാനം പടർന്നു കയറുകയാണ്. അതിന് വിവിധ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ തേങ്ങലുകൾ, പരിദേവനങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം കേരളത്തിനകത്ത് ഒരു സൈബർ യുദ്ധം നടക്കുകയാണ്. അത് പരിപൂർണമായിട്ടും ഇവിടുത്തെ ഹിന്ദുത്വ ഭാവങ്ങളെ എതിരിടുന്നു എന്നുള്ള പേരിൽ സംസാരിക്കുമ്പോൾ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വല്ലാതെ കുത്തി നോവിക്കുന്ന, അവരയക്കുന്ന അസ്ത്രം, ചെളി നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ, ചെളിയിൽ കയറി ചാടിക്കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വെള്ളം കിടക്കാൻ പോകുമ്പോൾ കയറി ചാടിയാകുമ്പോൾ ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലിൻ്റെ ഒട്ടേ എന്ന് അടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാവരും മേലെ ചെളിയാവും. ഈ ഹിന്ദുത്വ ഭാവങ്ങളെ അല്ലെങ്കിൽ RSSനെ അല്ലെങ്കിൽ BJPയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അസ്ത്രം വന്ന് കൊള്ളുന്നത് ഹിന്ദുക്കളുടെ മേലെയാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ അമ്മമാർ, പെങ്ങന്മാർ, അവർക്കും വോട്ട് നൽകുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ തേങ്ങലുകൾ, അവരുടെ പരിദേവനങ്ങൾ അവഗണിക്കുകയാണ് മറ്റു പല സമൂഹങ്ങൾ. അവർ വെറുതെ, അതായത് പൂച്ചക്കുട്ടികൾക്ക് പകുതി ചത്ത എലിയെ കിട്ടിയ പോലെയാണ്, കളിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന് നെഞ്ചിൽ കയറി കളിക്കുകയാണ് അവർ. ഏതായാലും ആ ഒരു കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ജയശങ്കർ അവരുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ഇൻ്റലക്ച്വൽസ് ഒരു കാരണവശാലും RSSൻ്റെ, കാരണം എന്താണ്, അത് മതവാദികളാണ്, മതത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ്, ഹിന്ദുത്വവാദികളാണ്, ആക്രമണകാരികളാണ്. അതുകൊണ്ട് നമ്മളൊന്നും UDF അല്ലെങ്കിൽ LDF എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ പോലും എന്തോ കാരണങ്ങളാൽ, അത്രേ ഞാൻ പറയുന്നുള്ളൂ, ഒഴുകുകയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെമ്പാടും, കേരളത്തിലും. ചില ഭാഗത്ത് നമ്മൾ കാണുന്നു എന്ന് മാത്രം, ചില ഭാഗത്തിൽ അത് മുളച്ചു നിൽക്കുന്നു എത്ര മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ശ്രീ ജയശങ്കർജി. ഇന്നലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല RSSൻ്റെ വക്താവെന്ന രീതിയിൽ പോലും സംസാരിക്കുന്ന ഒരു ശ്രീജിത്ത് പണിക്കർ അവർകളുണ്ട്. അദ്ദേഹം ഒരു കാരണവശാലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവനല്ല. കോൺഗ്രസ് മുക്ത ഭാരതം പടുത്തുയർത്തണം എന്ന് പറയുന്ന RSSന് വേണ്ടി, BJPക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്, തുടക്കം പോലെ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിലേക്ക് ഇന്നലെ ആഭ്യന്തരമന്ത്രി നേരിട്ട് കയറി ചെല്ലുകയാണ് ആശംസ അറിയിക്കാൻ. അവർ തമ്മിൽ ബന്ധങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചെല്ലുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, രമേശ് ചെന്നിത്തല പോലും ഒരു സോഫ്റ്റ് കോർണർ കാത്ത് സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് RSSനോട്, അതല്ലെങ്കിൽ BJPയോട്. ഈ ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അതിന് കാരണവർ മരിച്ചുപോയ സംഭവമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു അങ്ങനെയൊരു കാര്യമോ, അങ്ങനെയൊരു ബൃഹത്തായിട്ടൊരു കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ആശംസിക്കാൻ പോയതാണ്. അപ്പം അതിൻ്റെ പുറകിൽ എന്താണ്? കേരളത്തിൻ്റെ മനസ്സ് മാറുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മാറുന്നു, ഇവിടുത്തെ കാറ്റിൻ്റെ ഗതി മാറുന്നു. ആ ഗതി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച് ശ്രീജിത്ത് പണിക്കരെ ഒറ്റയടിക്ക് തുടച്ചു മാറ്റിക്കളയാൻ കഴിയില്ല എന്ന് ഇനിയും രാഷ്ട്രീയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ലാത്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവർക്കും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും തോന്നിയിട്ടുണ്ട് എന്ന് സാരം. ഇവിടെ മറ്റുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നൊരു കാര്യമുണ്ട്,
ഈ കോൺഗ്രസ്സുകാർ പുറത്ത് ഖദറും അകത്ത് കാക്കി ഡ്രസ്സുമാണെന്ന്. അതിൽ കുറേ ശരികൾ കാണാൻ നമുക്ക് കാലങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഖദറില്ല, കാക്കി തന്നെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കുത്തരമില്ല കേട്ടോ. ഏതായാലും കേരളത്തിലും അതിവേഗത്തിലും ഗതിവേഗത്തിലും നടക്കുന്ന ഹൈന്ദവ ഹിന്ദുക്കളിലുള്ള ഹിന്ദുത്വ ഭാവങ്ങൾ, ആ സംക്രമണം, ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുത്വവാദികളായി മാറുന്നു. ആ സംക്രമണം അതിനുള്ള കാരണം ഇതാണ്, മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കേരളത്തിലെ ഹൈന്ദവ ജനത ദുഃഖിതരാണ്. മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ, എനിക്ക് താല്പര്യമില്ല. കാരണം അതിനുള്ള സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷണ പാഠവും എനിക്കില്ല. അവിടെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. എന്താണ് ഈ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഇത്രമാത്രം അവരുടെ ആ ജനത, ഹൈന്ദവ ജനത എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദുഃഖിതരായിട്ട് കഴിഞ്ഞു പോകുന്നത്? എന്താണ് അവരുടെ തേങ്ങലുകൾക്ക് കാരണം? എന്താണ് അവരുടെ പരിദേവനങ്ങൾക്ക് കാരണം? അത് ആരാണ് അവഗണിക്കുന്നത്? അതൊക്കെയും ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എനിക്കതിന് കഴിവില്ലാത്തതുകൊണ്ട്. നമസ്കാരം.